ഗംഭീരപടം. ഗംഭീര സിനിമയാണോ? പിന്നെ രണ്ട് കുട്ടികളാണ് മെയിനായിട്ടുള്ള അടിപൊളി സിനിമ. ഈ മൂവി കണ്ടു. ഇപ്പോൾ ഒരു മൂവി എന്ന് പറയുന്നത് ഹൗ ട്രൂലി ലൈഫിനെ പോർട്രേ ചെയ്യാന്നുള്ളതാണെങ്കിൽ ഇതൊരു ഗ്രേറ്റ് മൂവിയാണ്. കുറേ സോഷ്യോളജിക്കലായിട്ടുള്ള തമിഴ്നാട്ടിലുള്ള കുറേ സോഷ്യോളജിക്കലായിട്ടുള്ള കുറേ ഫാക്ടേഴ്സ്, കുറേ ഇഷ്യൂസ് ഒക്കെ മെയിൻലി അഡ്രസ്സ് ചെയ്യുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. ടച്ചിങ് ആണ്, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു എന്തെങ്കിലും ഒന്ന് ഫീൽ ചെയ്യാതെ നമുക്ക് ഇറങ്ങാൻ കഴിയും. അതെ അതെ. കാരണം അതൊരു ഈ സ്റ്റോറി തന്നെ നമ്മുടെ ഒരു ഇങ്ങനെ മുകളിലേക്ക് കയറ്റി താഴത്തേക്ക് ഇറക്കി അവസാനം എത്തുമ്പോഴേക്കും നമ്മുടെ ഹാർട്ടിലൊരു ടച്ചിങ് ഇല്ലാതെ പോകാൻ കഴിയില്ല. സോ ഗ്രേറ്റ് മൂവി ആൻഡ് ഗ്രേറ്റ് ഹാറ്റ്സ് ഓഫ് ടു ദി ഡയറക്ടർ ആൻഡ് ഓൾ ദ ആക്ടിങ് ക്രൂ. രണ്ട് പയ്യന്മാർ നമ്മുടെ നിഖില ചേച്ചിയാണെങ്കിൽ എല്ലാവരും. മൂവി ഭയങ്കര ബിയോണ്ട് ബ്രില്യൻ്റ് ആണ്. സാറിൻ്റെ എല്ലാ സിനിമകളും പോലെ തന്നെ മാരി സെൽവരാജ് എന്നൊരു ഫിലിം മേക്കറിൻ്റെ ഒരു ആർഡൻ ഫാനാണ് ഞാൻ. സാറിൻ്റെ എല്ലാ സിനിമകളും ഇതിനു മുമ്പുള്ള എല്ലാം വാച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു പേഴ്സണൽ ജേർണിയും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഇൻറ്റൻസിറ്റിയും പിന്നെ ഇമോഷൻസ് ഒക്കെ ഭയങ്കര റോ ആയിട്ടാണല്ലോ ആൾ എപ്പോഴും കാണിക്കുന്നത്. സോ ആ ഒരു റോനെസ് ഐ തിങ്ക് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കുറേ കാലം നിൽക്കുമെന്ന് തോന്നുന്നു. അതുപോലെ ആളുടെ ക്രാഫ്റ്റിലൂടെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മെസ്സേജസ് ഉണ്ടല്ലോ, പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, സട്ടിലായിട്ടുള്ള കുറേ മെറ്റഫേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അതെല്ലാം വാഴയിലും ഉണ്ട്. ഐ റിയലി ഹോപ്പ് ഇങ്ങനത്തെ മൂവികൾ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ. ഭാഷയുടെ ബൗണ്ടറി ഒന്നും ഇല്ലാതെ നല്ല സിനിമകൾ വരട്ടെ, നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അടിപൊളിയായിരുന്നു. ഭയങ്കര എന്താ പറയുക, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. ആക്ച്വലി എല്ലാവരും പടം പോയി കാണണം. നാളെ ഇവിടെ റിലീസാണ്. 23rd റിലീസായതാണ് തമിഴ്നാട്ടിൽ. നാളെയാണ് കേരളത്തിൽ ഫുൾ റിലീസാവുന്നത്. ഭയങ്കര ഓവർവെൽമിങ് ഫീലാണ് പടം കഴിഞ്ഞ് വന്നപ്പം. ഞാൻ കരഞ്ഞു, നന്നായി കരഞ്ഞു. അതിൽ അഭിനയിച്ചേക്കുന്ന പിള്ളേരും തൊട്ട് എല്ലാ ആർട്ടിസ്റ്റും, ഇപ്പം നിഖിലാണെങ്കിലും എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തേക്കുന്നത്. ആരും മിസ് ചെയ്തത് തിയേറ്ററിൽ പറ്റുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ഫിലിമാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കണ്ടു കഴിഞ്ഞ്. നമ്മുടെ നിഖിലയൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. ദോസ് യങ് കിഡ്സ് പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇറ്റ്സ് എ വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. ഭയങ്കര രസമായിട്ടുണ്ടോ. നമ്മൾ ആ ഗ്രാമത്തിലേക്ക് ചെന്ന് ചേർന്ന പോലെ നമുക്ക് തോന്നും. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പടം. ഒരു അസാധ്യ ക്രാഫ്റ്റാണ് അതിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിലുള്ള നാട്ടുകാരായിട്ട് അഭിനയിക്കുന്ന എല്ലാവരും അതിഗംഭീരമായിട്ട് പെർഫോമൻസ് നടത്തിയിരിക്കുന്നു. അസാധ്യ സിനിമ. ഇവിടെയും ഗംഭീരമായിട്ട് ഓടും. തമിഴ്നാട്ടിലെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും സൂപ്പർ ഹിറ്റായിട്ട് ഓടും. എല്ലാവരും നാച്ചുറലാണ്, പുതിയ ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും ആരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ 1-2 പേരല്ലേ ഉള്ളൂ. ഗംഭീരമുള്ള ഭാരമാണ്. പടം അടിപൊളി, നല്ല സക്സസ് ആയിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ്. ചെന്നൈയിലും ഭയങ്കര ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഒരേ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ വാഴയും ഇവിടെ വാഴയും ഓടിക്കൊണ്ടിട്ടിരിക്കുന്നു. വാഴ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാഴ വരുന്നു. പക്ഷേ സൂപ്പർ ഫിലിമാണ്, നല്ല ഫീലിംഗ് ഉള്ള സിനിമ. ബ്യൂട്ടിഫുൾ മൂവി. ഭയങ്കര രസമുണ്ടായി, ഭയങ്കര പ്രൊഫൗണ്ടായിട്ട്. ആൻഡ് ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു. വെരി നൈസ്. ഒരു സിനിമ, നല്ല സിനിമ. വളരെ ചെറിയ കാര്യങ്ങളിൽ നല്ല രീതിയിൽ നല്ല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുള്ള സിനിമയാണ്. എല്ലാവരും പോയി കാണണം. വളരെ എന്താ പറയേണ്ടത്, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണാം. നല്ല സിനിമയാണ്. ആക്ച്വലി ഭയങ്കര ഇൻറ്റൻസിറ്റി ഉള്ള, എന്താ പറയുക, നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ഒലയ്ക്കുന്ന ടൈപ്പ് ഓഫ് മൂവിയാണ്. ഭയങ്കര രസമുണ്ട് സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേക്കിംഗ് അടിപൊളിയാണ്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എവറിത്തിങ് ഈസ് കിടിലം. ആൻഡ് എല്ലാവരും ഭയങ്കര നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി ഇമോഷണൽ ഫിലിം. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു മാരി സർ. അങ്ങനെ ഒരു സിനിമ എടുത്തതും പുള്ളിയുടെ ട്രൂ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എടുത്തതും ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ
വാസ് വെരി നൈസ് ആൻഡ് പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അടിപൊളി ഫിലിമാണ്. ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ. അപ്പം അതുകൊണ്ട് ഇതിന് ഉറപ്പായിട്ടും കാണാൻ തന്നെ അതുകൊണ്ടാണ് വന്നത്. ഭയങ്കര ഫീലാണ്, ഇമോഷൻ എടുക്കുന്നതൊക്കെ ഒരു രക്ഷയില്ല. അപ്പം പുള്ളിയുടെ മേക്കിങ്ങിൻ്റെയും ഫാനാണ്. അപ്പോൾ ആ റൂട്ടഡ് ആയിട്ടുള്ള സംഭവം എപ്പോഴും എല്ലാ പടത്തിലും അതുണ്ട്, അതുപോലെ തന്നെ ഇതും അത് ഭയങ്കര അടിപൊളി. അടിപൊളി മൂവി, നല്ലൊരു മൂവി, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. അത്രയും നമുക്ക് ടച്ചിങ് ആവുന്നൊരു സിനിമ തന്നെ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും. ഓക്കെ, നമുക്കറിയാം സാറിൻ്റെ മൂവീസ് എല്ലാം, പക്ഷേ ഇത് കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. എല്ലാവരും പോയി കാണുക. ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നും പറയുന്നില്ല, മനസ്സ് തട്ടി തന്നെ പറയുന്നത് നല്ലൊരു മൂവിയായിരുന്നു. ഇത്രയും നല്ലൊരു മൂവി തന്നെ സാറിന് ഒരു പ്രത്യേക താങ്ക്സ്.